വീട്ടില് നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ഡ്രസ്സുകൾ ധരിക്കുക എന്നുള്ളത്. ഒരുപാട് കാശ് മുടക്കി ഞാൻ ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇവിടെ ധരിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ 7ന്റെ പണിയായിട്ട് എനിക്ക് ഈ ഒരു വന്ന ദിവസം തന്നെ നമുക്കൊരു ബാൻഡ് അത് വളരെ ഫിസിക്കൽ ബ്രൂയിസിംഗ് ഉള്ളതായിട്ടുള്ള നമുക്ക് ഫിസിക്കലി ഡാമേജ് ആകുന്ന തരത്തിലുള്ള ഒരു മത്സരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് എന്റെ കുറച്ച് പാർട്ടിസിപ്പേഷൻ ആണ് ചെയ്തത്. ബിക്കോസ് ഈ ആദില നൂറ എന്ന് പറയുന്നത് അവർ രണ്ടുപേരായിരുന്നു. ഞാൻ അവരിൽ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചിട്ടും അവരുടെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ബലവും ഇതും കൊണ്ട് എനിക്ക് എന്നെ ഈ കൈ ഒന്ന് ഈ ചെറുതായിട്ട് ഇതായതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പുറത്തോട്ട് വീഴുകയായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ടാസ്ക് മാത്രം വെച്ചിട്ടല്ല ബിഗ് ബോസ് ഇവിടെ ഒരു ഡ്രസ്സുകൾ തരുന്നത്. പിന്നീട് ബിഗ് ബോസ് പറഞ്ഞു ആ ടാസ്ക് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇവർ ഒരിക്കലും ആ ബാഡ്ജ് ഒന്നും ധരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ആരും അതിന്റെ വാല്യൂ കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവർ ഏത് നേരം നോക്കിയില്ല. അവർക്ക് ആ പെട്ട് കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു അവർ ആ ബാഡ്ജ് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അത് ഇപ്പോൾ ഈ മത്സരത്തിന് വേണ്ടി മാത്രമാണ് ധരിച്ചിരിക്കുന്നത്. സ്ഥിരം ധരിക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നതാണ്. അപ്പൊ തന്നെ ഒരു ബിഗ് ബോസിന്റെ റൂൾ അവിടെ ബ്രേക്ക് ചെയ്തിരുന്നു. കാരണം അത് ധരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ആര്യനെ പോലുള്ള ആൾക്കാരൊക്കെ അവിടെ സ്ഥിരം ധരിക്കുമായിരുന്നു. പക്ഷെ എന്നാൽ ആദില നൂറ അത് ധരിച്ചിട്ടില്ല. അന്ന് മാത്രം അവർ ഉപയോഗിച്ചു. പിന്നീട് അവർ അതിനെ കുറിച്ച് മറന്നു. അവർക്ക് ബിഗ് ബോസിന്റെ ടാസ്കിനെ കുറിച്ച് അല്ലെങ്കിൽ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനോ അല്ലെങ്കിൽ അത് ഓർത്ത് ചെയ്യാനോ വലിയ താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതായത് അവർക്ക് കുറച്ച് ഫാഷൻ ഡ്രസ്സുകൾ കിട്ടണമായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് അവർ ആ ടാസ്കിൽ പങ്കെടുക്കുകയും അത് മേടിക്കുകയും ചെയ്ത് അവർ ബിഗ് ബോസിന്റെ കണ്ണിൽ പൊടിയിടുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറിച്ച് ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവാണ്. 100% എഡ്യൂക്കേഷനോട് കൊടുത്തിട്ടുണ്ട്. ഇത്ര ബഫൂൺ പോലെ ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ് അല്ലെങ്കിൽ ഞാനൊരു എന്താ പറയുന്നത് സീരിയസ്ലി എനിക്കൊരു ബഫൂൺ ആയിട്ട് തോന്നിയത്. ഞാൻ നമ്മുടെ പുറത്തെ കാര്യം നമ്മളോട് പറയുന്നത് ശരിയില്ല. എങ്കിലും ഞാനൊരു ഹോട്ട് സീറ്റ് ഇന്റർവ്യൂവറും ഒരു സെലിബ്രിറ്റിയുമാണ്. അവർ സെലിബ്രിറ്റി അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് അതിന്റെ ഡ്രസ്സുകൾ അത്രയ്ക്ക് ആ ഒരു വേണ്ട. ഈ പറഞ്ഞ ഞാൻ നേരത്തെ കണ്ടിട്ട് പറഞ്ഞ പോലെ കോൺഫിഡൻസ് ലെവൽ ഹയർ ആക്കുന്ന ഒന്നായിരുന്നു. സോ അതിന് ഞാൻ വളരെ ഇമ്പോർട്ടന്റ് കൊടുത്തിരുന്നു. പക്ഷെ അവർ അത് പാടി തട്ടിപ്പറിച്ച ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് അവർക്ക് അത് കിട്ടിയത്. മറ്റ് ബിഗ് ബോസ് ടാസ്കുകളിലൊന്നും അവർ അത്ര സീരിയസ് ആയിട്ട് പങ്കെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എപ്പോഴും 24/7 ബിഗ് ബോസിന്റെ ടാസ്കുകൾ മാത്രം നോക്കിക്കൊണ്ട് നടക്കുകയും അതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അതിലെല്ലാം വളരെ സ്മാർട്ട് ആയിട്ട് ആക്ടിവിറ്റി ചെയ്തു. ആ സ്മാർട്ട്നെസ് ഒന്നും അവർക്ക് അവരെ കാണാൻ സാധിച്ചിട്ടില്ല. സോ ബിഗ് ബോസ് ഇന്ന് വരെയുള്ള ടാസ്ക് വെച്ചിട്ടാണ് താങ്കൾ ഇത് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 100% എനിക്കാണ് ആ ബാഗുകളും ആ ഡ്രസ്സുകളും അർഹിക്കുന്നത്. കാരണം ഇവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നവരാണ് ഏറ്റവും സൂപ്പറായിട്ട് ഒരുങ്ങുകയും പ്രസന്റബിൾ ആയി നിൽക്കുകയും ചെയ്യണമെന്ന് വിശ്വസിക്കുന്നു. പങ്കെടുക്കാത്ത ആൾക്കാർ വീട്ടിലെ വസ്തുക്കൾ ഇതുപോലത്തെ ഡ്രസ്സുകൾ അവർക്കാണ് യൂസ് ചെയ്യുന്നത്. ബോയ്സ് ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഇന്നലെ രാത്രി ചർച്ച പോലെ വന്ന ആൾക്കാരൊന്നുമില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് വന്ന ആൾക്കാരാണ്. രണ്ടാൾക്കാരാണെങ്കിലും ബിഗ് ബോസ് ഞങ്ങൾ ഒറ്റ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അല്ലാതെ ഗേൾസ് ഗ്രൂപ്പ് പോയിട്ട് തുടങ്ങണമെന്ന് ഷാരൂഖ് ഗേൾസ് ഗ്രൂപ്പ് എന്ന് പേരിടണമെന്ന് ഞങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്താലേ ഇവിടെ നിൽക്കാൻ പറ്റും. അല്ലാണ്ട് ഒരു പ്രസക്തിയും ഇവിടെ നിൽക്കുന്നതിന് വെറുതെ കുറച്ച് ഡ്രസ്സ് വാരിട്ട് നിന്നിട്ട് മാത്രം കാര്യമല്ല. പക്ഷെ അതിന് ഫൈറ്റ് ചെയ്യണം. അല്ലാതെ നമ്മുടെ ഗേൾസ് അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി ഫൈറ്റ് ചെയ്യാനെന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ അനൗൺസ്മെന്റ് ഒക്കെ നടത്തിയിട്ട് എന്താ പറയാ നമ്മൾ ഭയങ്കര അൺഓർഗാനിക് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ഉണ്ടാക്കണം. നമ്മുടെ അവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് ഇതാക്കുന്നുണ്ട് അതിൽ പോയിട്ട് ഇൻവോൾവ് ആവണം എന്ന് പൊതുവെ ഒരു ഇതുണ്ട്. ഭയങ്കര അൺഓർഗാനിക് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓർഗാനിക് ആയിട്ടുള്ള കാര്യത്തിലാണ് ഇടപെട്ടത് ഇതാക്കിയത്. അല്ലാതെ ഫേക്ക് ആയിട്ട് നിന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. സോ ഐ തിങ്ക് വി ആർ ഡിസേർവിംഗ്. അത് മാത്രമല്ല പിന്നെന്താ വെച്ചാല് ഗെയിം എന്ന് പറയുന്ന സാധനം എല്ലാത്തിലും ഞങ്ങൾ 100 ഇടലുണ്ട്. പുള്ളിക്കാരെ ഇടലുണ്ടോ എന്ന് പറഞ്ഞൂടെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇടുന്നത്. റെസ്പെക്റ്റീവ് ഓഫ് ഹെൽത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അല്ലാതെ എനിക്കത് പോയാൽ കിട്ടൂല അല്ലെങ്കിൽ മാത് കിട്ടും പിച്ച് കിട്ടും നുള്ളു കിട്ടും അരിയിലെല്ലാം കയറി ഇറുക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. നമ്മൾ ആരെയും ഹാം ചെയ്യാണ്ടും കടിക്കാണ്ടുമാണ് നമ്മളത് നേടിയെടുത്തത്. അപ്പൊ ഞങ്ങൾ ഡിസേർവിംഗ് ആണ്. പിന്നെ ഒന്നും ചെയ്യാതെ വെറുതെ തുണികൾ ഇടുന്നത് പറഞ്ഞല്ലോ. ഇത് ബിഗ് ബോസ് ഒരു കളിച്ച് ജയിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന സാധനമാണ്. അല്ലാതെ വെറുതെ നമ്മളിവിടെ വന്നിട്ട് വെറുതെ നമുക്ക് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് പറയുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന സാധനമല്ല. ആദ്യത്തെ ദിവസമല്ലേ അപ്പൊ കുറച്ചു നേരം ചില്ല് ചെയ്തിരിക്കുക മറ്റന്നാൾ തൊട്ട് കളി തുടങ്ങുക എന്ന് പറഞ്ഞിരിക്കുന്നതല്ല. അല്ലാതെ കിട്ടൂല എന്ന് കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാർക്കും അത് മേടിച്ചെടുക്കാൻ മിടുക്കില്ലാത്ത ആൾക്കാർക്കും ഇത് ഡിസേർവിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെയാണ് ബിഗ് ബോസ് തീരുമാനിച്ചതും. ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്നു. അവർ പുതിയ ഉടുപ്പുകൾ ഇടുമ്പോൾ അസൂയാലുകൾ ആവുന്ന ആൾക്കാർക്ക് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മെഡിക്കൽ റൂമിൽ പോയിട്ട് അസൂയയുടെ മരുന്ന് വാങ്ങി കഴിക്കേണ്ടതാണ്. അല്ലാതെ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കുശുമ്പിനും കശുണ്ടിക്കും മരുന്നില്ല. ഈ ടാസ്കിൽ ആദിലയും നൂറയുമാണ് ജയിച്ചത്.